ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തിയെന്ന ആരോപണത്തിൽ പരിഹാസവുമായി MS സൊല്യൂഷൻ CEO ആയ ഷുഹൈബ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ അതേ ചാനലിലൂടെ ലൈവിലെത്തി മാധ്യമ വാർത്തകളെ പരിഹസിക്കുകയായിരുന്നു. പുതിയ 2 യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഒരു വിശദീകരണം എന്ന രീതിയിലല്ല, ഇനി നടക്കാൻ പോകുന്ന SSLC ക്രിസ്മസ് പരീക്ഷയുടെ കെമിസ്ട്രി ക്ലാസ്സിനിടയിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നത്. നിയമപരമായി നേരിടുന്നൊക്കെ പറയുന്നു. അതിനിടയ്ക്ക് പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നു പുതിയ വാർത്താ ചാനൽ. പക്ഷേ ഈ ഒരു നിമിഷം വരെയും ഈ പറയുന്ന CEO ഒളിവിലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണവും നടക്കുകയാണ്. പറയൂ വിവരങ്ങൾ. പൂജ, തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സർക്കാർ ഇത് വളരെ ഗൗരവത്തിൽ ഈ ക്രിസ്മസ് പരീക്ഷാ പേപ്പർ ചോർന്നെടുക്കുകയും അതിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ വരുന്ന ഒരു ഘട്ടമാണ്. അതിൽ ഇന്നൊരു പ്രാഥമിക അന്വേഷണം നടന്ന് ഇവരോട് റിപ്പോർട്ട് അടക്കം തേടിയ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതിനു മുൻപ്, അതായത് MS സൊല്യൂഷനിലെ ക്ലാസുകൾ താൽക്കാലികമായി ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ഷുഹൈബ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ കൃത്യം 3 ദിവസങ്ങൾക്ക് ശേഷം ഈ പ്രാഥമിക അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ഷുഹൈബ് 10ാം ക്ലാസ്സിലെ SSLC വിദ്യാർത്ഥികൾക്കായി കെമിസ്ട്രി ക്ലാസിന്റെ ഒരു ലൈവാണ് ഇന്ന് 8 മണിയോടുകൂടി ഇന്ന് ആരംഭിച്ചത്. ഏകദേശം 1 മണിക്കൂറിലധികം നീളുന്ന ക്ലാസ് ആണ് ഇതിൽ നടന്നത്. ഇതിൽ ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾ നൽകി MS സൊല്യൂഷനെതിരെ നിരന്തരമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആരോപണങ്ങൾ വന്നതുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമങ്ങൾ നൽകിയിരുന്നു. അതിനെതിരെയെല്ലാം കൃത്യമായ തരത്തിൽ പരിഹാസം നടത്തി. അതുപോലെ തന്നെ ഈ ക്ലാസ് എടുക്കുന്ന സമയത്തെല്ലാം ഈ AYF ഇതിലൊരു MS സൊല്യൂഷന്റെ ക്ലാസ്സുകളിൽ ഒരു അശ്ലീല രംഗങ്ങളുണ്ട്. അശ്ലീലമായി ക്ലാസ് എടുക്കുന്ന രീതിയിലൊക്കെ AYF ഇതിലൊരു പരാതി നൽകിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലാസ് എടുക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുമായി സംവദിക്കുന്നതിനിടയ്ക്ക് ഈ വാക്കുകൾ ഈ മാധ്യമങ്ങളെ ട്രോളുന്ന തരത്തിൽ തന്നെ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ക്ലാസ് എടുത്തത്. അതുമാത്രമല്ല, MS സൊല്യൂഷന്റെ നിലവിലെ ചാനലിനൊപ്പം പുതിയ 3 ചാനലുകൾ കൊണ്ടുവരുന്നു. മൊത്തം 5 ചാനലുകൾ പുതിയതായിട്ട് തുറക്കുമെന്നാണ് ഷുഹൈബ് ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ദിവസം ഇന്ന് ഈ ക്ലാസ്സിൽ ഷുഹൈബ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ ഈ റിപ്പോർട്ടും കിട്ടുന്ന സാഹചര്യത്തിൽ നാളെ പോലീസ് ഇതിൽ എന്ത് നടപടിയെടുക്കും, എങ്ങനെയായിരിക്കും നാളത്തെ കാര്യങ്ങൾ എന്നത് കണ്ടറിയണം. പൂജ, ശരി. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.